ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇത് പട്ടാഴി അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് രണ്ട് അമ്പലത്തിൽ പോയിരുന്നു. ഒന്ന് തൃക്കപ്പാലേശ്വരം അമ്പലത്തിലും ഒന്ന് പട്ടാഴി അമ്പലത്തിലും. ഇതിവിടെ പോകാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമ്മൾ പട്ടാഴി അമ്പലത്തിൽ തൊഴുത ശേഷം ദേവിയുടെ മൂലസ്ഥാനം, അത് നമ്മൾ കുറച്ച് ദൂരം നടക്കണം കേട്ടോ. മൂലസ്ഥാനവും അതിനോട് ചേർന്നൊരു അമ്പലക്കുളവും ഉണ്ട്. അപ്പം നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. അപ്പം ഞാൻ അമ്പലക്കുളത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ അമ്പലക്കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ ദേവിയുടെ ഈ വലിയ രൂപം വെച്ചിരിക്കുന്നത്. അപ്പം കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ തൊഴുത് കഴിഞ്ഞ് വീണ്ടും വേറൊരു അമ്പലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ പട്ടാഴി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വീണ്ടും വേറൊരു അമ്പലത്തിൽ പോയി കേട്ടോ. പോകുന്ന വഴിക്ക് 2 മയിലിനെ കണ്ടു, ഒരു ആൺമയിലും പെൺമയിലും. അപ്പം നല്ല രസമുണ്ട് കേട്ടോ അതിനെ കാണാൻ. നമ്മൾ കലേവരത്തുള്ള തൃക്കപ്പാലേശ്വരം അമ്പലത്തിലാണ് വന്നത്. ദേവിയും ശിവനുമാണ് അവിടെ ഉള്ളത്. അപ്പം നല്ല രസമാണ് കേട്ടോ. ഒരു മലയുടെ മുകളിലാണ് അമ്പലം. ഫുള്ള് സൈഡിലൊക്കെ ഫുള്ള് പാറയാണ് കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിന് എത്തിച്ചേർന്നു. ഇതാണ് കേട്ടോ അമ്പലം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം അതിൻ്റെ സൈഡൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഉണ്ട്. ഇത് ഉണ്ട്, ആ ഒരു സൈഡിൽ മൊത്തം പാറയാണ് കേട്ടോ. നമ്മളതിൻ്റെ പാറയുടെ മുകളിലേക്ക് പോകുന്നു. അപ്പം താഴോട്ട് നോക്കിയാൽ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം വീഡിയോ എടുക്കാനൊക്കെ അടിപൊളി സ്ഥലമാണിത്. നമ്മൾ അമ്പലത്തിൽ തിരിച്ച് തൊഴുതിട്ട് വന്നപ്പോൾ ആ മയിൽ അവിടെ തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഒരാളിനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പം ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ബായ്.